ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. കാൽപന്ത് കളിയുടെ ആവേശമുണർത്തുന്നതിനായി സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. മന്ത്രി ബിന്ദുകൃഷ്ണ നേതൃത്വം നൽകിയ ബ്രസീൽ ജേഴ്സി അണിഞ്ഞ ടീമും കൊല്ലം മേയർ AK ഹഫീസ് നേതൃത്വം നൽകിയ അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞ ടീമും ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടി. മേയറുടെ ടീം 2-1 മന്ത്രിയുടെ ടീമിനെ പരാജയപ്പെടുത്തി. മന്ത്രിയുടെ മകൻ ശ്രീകൃഷ്ണയാണ് മന്ത്രിയുടെ ടീമിനായി ആദ്യം സമനില ഗോൾ നേടിയത്. ഇരു രാജ്യങ്ങളുടെയും പതാകകൾ കൈമാറിയ ശേഷം മന്ത്രിയും മേയറും പന്ത് തട്ടി മത്സരം ഉദ്ഘാടനം ചെയ്തു. ടീമിന് പ്രോത്സാഹനങ്ങളുമായി ഇരുവരും മത്സരം ആസ്വദിച്ചു. കളിക്കാനും കളി കാണാനും കൗൺസിലർമാർ ഉണ്ടായിരുന്നതും പ്രത്യേകതയായി. ജനപ്രതിനിധികൾക്ക് പുറമെ മികച്ച ടീമുകളിൽ കളിച്ചിട്ടുള്ളവരും സൗഹൃദ മത്സരത്തിൽ പൊരിഞ്ഞ പോരാട്ടം കാഴ്ചവെച്ചു. ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കളി പടനിലത്ത് നടന്നു. കായംകുളം രാജാവും കൃഷ്ണപുരം രാജാവും തമ്മിൽ നടന്ന യുദ്ധവും അതിലെ സാമൂഹ്യ പങ്കാളിത്തവും ഓർമ്മപ്പെടുത്തിയാണ് നൂറ്റാണ്ടുകളായി മിഥുനം 1-2 തീയതികളിൽ ഓച്ചിറക്കളി നടക്കുന്നത്. പടനിലത്ത് വായ്ത്താരിയോടെ അംഗം വെട്ടിയ യോദ്ധാക്കളുടെ പോരാട്ട വീര്യം കാണികളിൽ രണസ്മരണകളുടെ ആവേശമുണർത്തി. ആദ്യ ദിവസം കരഘോഷയാത്രയോടെയാണ് ഓച്ചിറക്കളി ആരംഭിച്ചത്. യോദ്ധാക്കളുടെ വേഷവിധാനത്തോടെ 100 കണക്കിന് പോരാളികൾ കരഘോഷയാത്രയിൽ പങ്കെടുത്തു. 3 വയസ്സുള്ള കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ സംഘത്തിലുണ്ടായിരുന്നു. ഓണാട്ടുകരയിലെ കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽ ഉൾപ്പെട്ട 52 കരകളിലെ കളരികളിൽ വ്രതാനുഷ്ഠാനത്തോടെ 1 മാസം ആയോധനകല അഭ്യസിച്ചാണ് യോദ്ധാക്കൾ പടനിലത്ത് പടവെട്ടാനുള്ള അടവുകൾ സ്വായത്തമാക്കിയത്. കരഘോഷയാത്ര കിഴക്ക് പടിഞ്ഞാറ് കരകളിലായി പിരിഞ്ഞ് 8 കണ്ടത്തിന്റെ ഇരുവശത്തായി നിന്ന് കരക്കളി നടത്തി. ഇരു കരകളിൽ നിന്ന് കരനാഥന്മാരും പടത്തലവന്മാരും 8 കണ്ടത്തിന്റെ മധ്യഭാഗത്തെത്തി പരസ്പരം കരപറഞ്ഞ് ഹസ്തദാനം ചെയ്തതോടെ യോദ്ധാക്കൾ ആയുധങ്ങളുമായി 8 കണ്ടത്തിലിറങ്ങി വായ്ത്താരിയോടെ പോരാടി. കണ്ടത്തിൽ ചെളിതെറിപ്പിച്ച് അടിയും തടയുമായി അടവുകൾ പയറ്റി യോദ്ധാക്കൾ അംഗം വെട്ടി. തകടിക്കണ്ടത്തിലും പോരാട്ടം നടത്തി. ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് കളിസംഘങ്ങൾ പിരിഞ്ഞു. സെൻസസ് 2027 ഭാഗമായി വ്യക്തികൾക്ക് സ്വയം വിവരങ്ങൾ നൽകാവുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ NK പ്രേമചന്ദ്രൻ MP നിർവഹിച്ചു. വ്യക്തിവിവരങ്ങൾ MP സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയിലൂടെ രേഖപ്പെടുത്തി. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിച്ചു. ആദ്യഘട്ടത്തിൽ ജില്ലയിൽ 298 KSRTC ഓർഡിനറി ബസ്സുകളിലാണ് പ്രിയദർശിനി പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി പ്രകാരം ഒരുക്കിയ പ്രത്യേക ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും മന്ത്രി നിർവഹിച്ചു. തുടർന്ന് കരിക്കോട്, കുണ്ടറ, കൊട്ടാരക്കര റൂട്ടിലെ ഓർഡിനറി ബസ്സിൽ മന്ത്രിയും KSRTC ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒന്നിച്ച് സഞ്ചരിച്ചു. പ്രിയദർശിനി പദ്ധതിയുടെ പത്തനാപുരം KSRTC യൂണിറ്റ് തല ഉദ്ഘാടനം ജ്യോതികുമാർ ചാമക്കാല MLA നിർവഹിച്ചു. കുണ്ടറ നിയോജക മണ്ഡലതല ഉദ്ഘാടനം PC വിഷ്ണുനാഥ് MLA നിർവഹിച്ചു. നിർമ്മാണം മന്ദഗതിയിലായിരുന്ന പെരുമൺ, ഓലയിൽ കടവ് പാലങ്ങൾ മന്ത്രി ബിന്ദുകൃഷ്ണ സന്ദർശിച്ചു. പെരുമൺ പാലത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കും. 44 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ഓലയിൽ കടവ് പാലത്തിന്റെ 4ാം ഘട്ട വികസനത്തിൽ പാലം തേവള്ളിപ്പാലം വരെ നീട്ടും. ഇതിന്റെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. 73.4 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ഓലയിൽ കടവ് പാലത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സുരക്ഷാ വേലി ഒരുക്കാനും സുരക്ഷാ ജീവനക്കാരെ നിയമിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ BV ഉദ്ഘാടനം ചെയ്തു. കുളത്തൂപ്പുഴ, ചിതറ ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ ഉന്നതികളിൽ നിന്നായി 50 കുട്ടികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. വിവിധ കോഴ്സുകൾ, തൊഴിൽ സാധ്യതകൾ എന്നിവയെക്കുറിച്ച് കരിയർ ഗൈഡൻസ് സെൽ അധ്യാപകനായ മാത്യു പ്രകാശ് ക്ലാസ് എടുത്തു. ജില്ലയിലെ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി പൊതുജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിക്കുന്ന കുട്ടിക്കുപ്പായം പദ്ധതി മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കുട്ടിക്കുപ്പായം പദ്ധതിയിലൂടെ വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിച്ച് അർഹരായ കുട്ടികൾക്ക് എത്തിക്കും. വസ്ത്രങ്ങൾ നിക്ഷേപിക്കുന്നതിനായി സിവിൽ സ്റ്റേഷനിലെ വനിതാ ശിശുവികസന ഓഫീസിന് മുന്നിൽ പെട്ടിയുണ്ട്. പ്രധാന ആശുപത്രികളിലും ചിൽഡ്രൻസ് ഹോമുകളിലും പെട്ടികൾ സ്ഥാപിക്കും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.